കോങ്കോയിലും ഉഗാണ്ടയിലും പടർന്നു പിടിക്കുന്ന എബോള രോഗബാധയുടെ പശ്ചാത്തലത്തിൽ ലോകാരോഗ്യ സംഘടന ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ബുന്ദിബോഗ്യോ വൈറസ് മൂലമുണ്ടാകുന്ന രോഗബാധ ആഗോള മഹാമാരിയല്ലെന്ന് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി. ശനിയാഴ്ച വരെയുള്ള കണക്കനുസരിച്ച് DRCയിലെ ഇട്ടൂരി പ്രവിശ്യയിലെ ബൂനിയ, റാംപര, മോക്ബവാലു മേഖലകളിൽ സംശയാസ്പദമായ 80 മരണങ്ങളും ലാബോറട്ടറി സ്ഥിരീകരിച്ച 8 കേസുകളും സംശയാസ്പദമായ 246 കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് ലോകാരോഗ്യ സംഘടന അറിയിച്ചു. ഉഗാണ്ടയുടെ തലസ്ഥാനമായ കമ്പാലയിൽ DRCയിൽ നിന്ന് യാത്ര ചെയ്ത 2 പേർക്ക് ലാബോറട്ടറി പരിശോധനയിലൂടെ രോഗം സ്ഥിരീകരിച്ചു. ഇതിലൊരാൾ മരണപ്പെടുകയും ചെയ്തു. ഇട്ടൂരിയിൽ നിന്ന് മടങ്ങിയെത്തിയ ഒരാൾക്ക് DRC തലസ്ഥാനമായ കിൻഷാസയിലും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. രോഗവ്യാപനം വർദ്ധിച്ച സാഹചര്യത്തിൽ സമൂഹ വ്യാപനം നടക്കുന്നുണ്ടെന്ന് ആഫ്രിക്ക CDC മുന്നറിയിപ്പ് നൽകി. രോഗം നിയന്ത്രണ വിധേയമാക്കാൻ ആരോഗ്യ പ്രവർത്തകർ സ്ക്രീനിങ്ങും സമ്പർക്ക പട്ടിക തയ്യാറാക്കലും ഊർജിതമാക്കിയിട്ടുണ്ട്. വളരെ വേഗത്തിൽ പകരുന്ന രോഗമാണ് എബോള. ഛർദി, രക്തം, ശുക്ലം തുടങ്ങിയ ശരീരസ്രവങ്ങളിലൂടെയാണ് ഇത് പകരുന്നത്. ഈ രോഗം വളരെ അപൂർവമായി മാത്രമേ കാണാറുള്ളൂവെങ്കിലും മാരകവും മിക്കപ്പോഴും മരണകാരണവുമാകാറുണ്ട്. കോങ്കോയിലെ എബോള ബാധ വെള്ളിയാഴ്ചയാണ് അധികൃതർ പ്രഖ്യാപിക്കുമ്പോൾ 65 മരണങ്ങളും സംശയാസ്പദമായ 246 കേസുകളുമാണ് ഉണ്ടായിരുന്നത്. പ്രാദേശിക മേഖലയിൽ പ്രത്യേകിച്ച് മോങ്ബവാലുവിൽ രോഗബാധിതരായ നിരവധി ആളുകൾ ഇപ്പോഴുമുണ്ടെന്നും ഇത് രോഗനിയന്ത്രണത്തെയും സമ്പർക്ക പട്ടിക തയ്യാറാക്കുന്നതിനെയും സങ്കീർണമാക്കുന്നുവെന്നും ആഫ്രിക്ക CDC ഡയറക്ടർ ജനറൽ ഡോക്ടർ ജീൻ കസേയെ പറഞ്ഞു. ഇട്ടൂരിയിലെ സുരക്ഷാ പ്രശ്നങ്ങൾ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും വലിയ തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. എബോള ബാധ കൈകാര്യം ചെയ്യുന്നതിൽ കോങ്കോയ്ക്ക് മുൻ പരിചയമുണ്ടെങ്കിലും രോഗബാധിത പ്രദേശങ്ങളിൽ വിദഗ്ധരെയും മെഡിക്കൽ സാമഗ്രികളും എത്തിക്കുന്നതിൽ വലിയ പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. വിസ്തൃതിയിൽ ആഫ്രിക്കയിലെ 2ാമത്തെ വലിയ രാജ്യമായ കോങ്കോയിലെ പ്രവിശ്യകൾ തമ്മിൽ വലിയ ദൂരമുണ്ട്. കൂടാതെ ഭൂരിഭാഗം പ്രദേശങ്ങളും ആഭ്യന്തര സംഘർഷങ്ങളിലാണ്. കടുത്ത പനി, രക്തസ്രാവം, തളർച്ച, പേശിവേദന എന്നിവയാണ് എബോള രോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ. രോഗബാധിതരുടെ ശരീരസ്രവങ്ങളിലൂടെയാണ് വൈറസ് പടരുന്നത്. വൈറസിനെ നിയന്ത്രിക്കുന്നതിനായി കൂടുതൽ മെഡിക്കൽ സഹായം ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് അന്താരാഷ്ട്ര ഏജൻസികൾ. 2014-2016 കാലഘട്ടത്തിൽ പശ്ചിമ ആഫ്രിക്കയിൽ ഉണ്ടായതിന് സമാനമായ ഒരു വലിയ പകർച്ചവ്യാധി ഒഴിവാക്കുകയാണ് ലക്ഷ്യം. അതേസമയം ഉഗാണ്ട, ദക്ഷിണ സൂഡൻ അതിർത്തിക്ക് സമീപമാണ് രോഗബാധിത മേഖലകൾ. തീവ്ര ജനസഞ്ചാരവും സായുധ സംഘങ്ങളുടെ ആക്രമണവും രോഗം പടരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുവെന്ന് ആഫ്രിക്ക CDC മുന്നറിയിപ്പ് നൽകി. സമ്പർക്ക പട്ടിക കണ്ടെത്തുന്നതിൽ വെല്ലുവിളി നേരിടുന്നതായും ഏജൻസി പറഞ്ഞു. 1976 എബോള ആദ്യമായി കണ്ടെത്തിയ കോങ്കോയിൽ ഇത് 17ാമത്തെ വ്യാപനമാണ്. ഇത്തവണ സ്ഥിരീകരിച്ചത് ബുണ്ടിബോഗ്യോ വൈറസ് ആണ്. മുൻകാലങ്ങളിൽ കോങ്കോയിൽ എബോള സൈർ വൈറസ് ആണ് കൂടുതലായി കണ്ടത്. എബോള വൈറസിനുള്ള വാക്സിൻ കോങ്കോയിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിലും സുഡാൻ, ബുണ്ടിബോഗ്യോ വൈറസുകൾക്ക് അത് ഫലപ്രദമല്ലെന്ന് ആഫ്രിക്ക CDC അറിയിച്ചു. അതേസമയം വളരെ അപകടകരമായ ഒരു വൈറൽ രോഗമാണ് എബോള. അപൂർവമാണെങ്കിലും ഈ അണുബാധ വളരെ ഗുരുതരവും പല കേസുകളിലും മാരകവും ആകാം. രോഗബാധിതനായ വ്യക്തിയുടെ ശരീരസ്രവങ്ങളായ രക്തം, ഛർദി, വിയർപ്പ് അല്ലെങ്കിൽ ശുക്ലം എന്നിവയുമായുള്ള സമ്പർക്കത്തിലൂടെ വൈറസ് വ്യക്തിയിൽ നിന്ന് മറ്റൊരാളിലേക്ക് പടരുന്നത്. വാക്സിൻ ലഭ്യമാണെങ്കിലും ഇതുവരെ കൃത്യമായ ചികിത്സയില്ല എന്നാണ് പറയപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.